കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് വിളിച്ചിരുന്നു. ശ്രീ മാർട്ടിൻ, താങ്കളടക്കമുള്ളവർ നിരന്തരം സമരമുഖത്തുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു CPM കുടുംബമാണ്, പാർട്ടി കുടുംബമാണ്. ആദ്യഘട്ടത്തിൽ അവിടുത്തെ പ്രാദേശികമായ പാർട്ടി ബന്ധങ്ങളൊക്കെ പുറത്തേക്ക് വന്നതുമാണ്. ആ പോലീസിനെതിരെ അവർ കുടുംബം വിശ്വസിക്കുന്ന പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന പോലീസിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തി എന്നതൊക്കെ ആ സമയത്ത് നമ്മൾ ഒരു വലിയ വാർത്തയെ പുറത്തേക്ക് പറഞ്ഞതുമാണ്. എന്തായാലും ആ അവിശ്വാസം അവർ തുടർന്നു. അതിന് അവർക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. CBI അന്വേഷണം കോടതിയിൽ ആവശ്യപ്പെട്ടു. കോടതി ഒരു ഘട്ടത്തിൽ അംഗീകരിച്ചില്ല. സർക്കാർ മാറുന്നു. പുതിയ CBI അന്വേഷണത്തിലൂടെ അവരുടെ സംശയങ്ങൾക്ക് പൂർണ്ണമായൊരു ദൂരീകരണം കൊടുക്കാൻ, അതൊരു ക്ലോഷർ വേണമല്ലോ, ആ ദൂരീകരണം കൊടുക്കാൻ കഴിയുമെന്ന് അങ്ങേക്ക് പ്രതീക്ഷയുണ്ടോ ശ്രീ മാർട്ടിൻ ജോർജ്? ഉറപ്പായിട്ടും ഈ കേസ് CBI അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുള്ളൂ. കാരണം ഇതിനകത്ത് ഉന്നതനായ CPMന്റെ നേതാവാണുള്ളത്. അതുകൊണ്ട് തന്നെ CPM അവരുടെ പോലീസിനെ വെച്ച് അത് എങ്ങനെ മായ്ച്ചു കളയാൻ പറ്റുമോ ആ രീതിയിലാണ് അത് റെക്കോർഡാക്കിയിരിക്കുന്നത്. ഇതിന്റെ തുടക്കം മുതൽ ആരാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി പെർമിഷൻ കൊടുത്തിരിക്കുന്നത്, ആരാണ് മറ്റു കാര്യങ്ങളിലെ കുറിച്ച് എല്ലാം ചെയ്തിരിക്കുന്നത്, ഇതിനൊക്കെ ഒരുപാട് രഹസ്യ സ്വഭാവം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു CBI അന്വേഷണത്തിലൂടെ മാത്രമേ ആ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കലക്ടർ പറഞ്ഞിരിക്കുന്ന മൊഴികളൊക്കെ തന്നെ വിവിധമായ മൊഴികളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉന്നത ഓഫീസർ, ആരോ ഒരു IAS ഓഫീസർ, അവര് റവന്യൂ അന്വേഷണ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിരിക്കുന്നതും മറ്റു തലത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗവൺമെന്റ് പോലീസിനെ ഉപയോഗിച്ച് അവര് നേതാവിനെ സംരക്ഷിക്കുന്നതിനും അതിൽ നിന്ന് മറ്റു നേതാക്കന്മാർക്ക് രക്ഷപ്പെടുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് അന്വേഷണ കമ്മീഷൻ അന്നത്തെ SIT ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു CBI അന്വേഷണം വരാൻ ഞങ്ങൾ ആദ്യമേ പറയുന്നത് CBI അന്വേഷണം അല്ലാതെ ഇതിനകത്തുനിന്ന് കൃത്യമായ നീതി ലഭിക്കുന്ന രീതിയിൽ, അതായത് ഇരയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ അത് CBI അന്വേഷണം തന്നെ വേണം. അതിനകത്ത് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇല്ല. അത് CBI അന്വേഷണം നടത്തിയാൽ മാത്രമേ വ്യക്തമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി സാധിക്കൂ. താങ്ക് യു ശ്രീ മാർട്ടിൻ ജോർജ്. എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP രത്നകുമാർ രാഷ്ട്രീയ ബന്ധമുണ്ട്, പുതിയ അന്വേഷണം വേണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. മഞ്ജുഷ കോടതിയെ സമീപിച്ച് കുറ്റപത്രം സമർപ്പിച്ച ശേഷം അതിലെ പഴുതുകൾ ചൂണ്ടിക്കാട്ടി. പഴുതുകൾ ഉള്ളതുകൊണ്ടാണ് അത് ഭാഗികമായി അന്വേഷിക്കാൻ കോടതി പറയുന്നതും അതിൽ കുറേ പഴുതുകൾ പിന്നീടും പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും ആ പഴുതുകൾ അടക്കം ഇനി CBI ആ വിഷയത്തിൽ അന്വേഷിക്കും. ഇനി CBIയുടെ ആ വിഷയത്തിലുള്ള താല്പര്യം അടക്കമുള്ള കാര്യങ്ങൾ അറിയണം. എന്തായാലും സർക്കാർ ഒഫീഷ്യലി എടുക്കേണ്ട തീരുമാനം, ആ കേസ് അന്വേഷണം CBIക്ക് വിടുന്ന സർക്കാരിൻ്റെ താല്പര്യം സർക്കാർ അറിയിക്കുന്നു. ബാക്കി അതിൻ്റെ മുറ പോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആത്യന്തികമായി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അവരുടെ ഉള്ളിലുള്ള വേദനകൾക്കും സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും പരിഹാരമാകുമെന്നും പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.